മാന്യ മഹാപ്രേക്ഷകർക്ക് മരിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പിടിച്ചോ ഒരു പൊള്ളപ്പം മേരി ക്രിസ്മസ്. നമ്മളിവിടെ അധികാരം ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി പുൽക്കൂടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും തെർമോക്കോളും പ്ലാസ്റ്റർ ഓഫ് പാരീസും കാർഡ്ബോർഡൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പാവങ്ങൾ ന്യൂസ് പേപ്പർ കൊണ്ട പുൽക്കൂട് ഉണ്ടാക്കാൻ പോണേട്ടാ. അപ്പം നമ്മൾ പുൽക്കൂട് പണി ആരംഭിക്കായിട്ടാ. അപ്പോൾ ആദ്യം തന്നെ നല്ല എളുപ്പമുള്ള പരിപാടി ഉണ്ടാക്കുക. കടലാസ് ഇതുപോലെ ചുരുട്ടിയെ കൂട്ടുക, എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് അഴിഞ്ഞാൽ പോരില്ല. പിള്ളേർ സ്കൂളിലൊക്കെ എടുത്ത് എറിയാൻ വേണ്ടി ഉണ്ടാക്കില്ലേ പേപ്പർ ബോൾ, അതന്നെ സാധനം. അപ്പോൾ അതുപോലെ കുറച്ചധികം അതുപോലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പണി കുറച്ച് എളുപ്പമുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക. ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ഗുഹയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ചെയ്ത് വരുമ്പോൾ എന്താവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. പേപ്പർ ബോൾസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടാ. ഒരു ലെയർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെയർ അങ്ങനെ മീതയ്ക്ക് ഒട്ടിക്കട്ടാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊരു പരസ്പര ബന്ധത്തിലൊക്കെ ഒട്ടിക്കട്ടാ. പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി ആവില്ല കേട്ടാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചേശൊക്കെ പശയൊക്കെ തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ലെയറായി വന്നിട്ട് ലാസ്റ്റ് മേൽഭാഗം എത്തുമ്പോൾ ഒന്ന് മുമ്പോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണ പോലെ ഒട്ടിക്കട്ടെ. എന്നാലും മേൽഭാഗം കവറായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ഗുഹയുടെ ഷേപ്പൊക്കെ കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മുടെ ഗുഹ അവിടെ സെറ്റായിട്ട് ഇട്ടാ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫേക്കോളാണ് കേട്ടോ. ലേശേശം വെള്ളം അതുപോലെ ഒറ്റിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇളക്കി കുളം കലക്കരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആവശ്യമുള്ള നമ്മുടെ കൺസിസ്റ്റൻസി ആകുമ്പോൾ അങ്ങോട്ട് നിർത്തുക. എന്നിട്ട് നിങ്ങളുടെ നീക്കി വെച്ചിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ആയിട്ട് എടുക്കുക. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ കളിയിട്ടാ. പിൻഭാഗം കാട്ടി നാണം കുണുങ്ങി നിൽക്കണം നമ്മുടെ ഗുഹയുടെ പിന്നില്ലേ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ലേശേശം ഇതുപോലെ പശയാക്കിയിട്ട് നമ്മളങ്ങോട്ട് ഒട്ടിക്കുകയാണേ. പിന്നെ ഫാൻ ഇട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ പറന്ന് പോകണ്ട നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് എടുത്തോണ്ടേണ്ടി വരും. അപ്പം അത്തരം സാഹസികതകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കുറച്ച് പശ തേച്ച് പ്രാന്താവുമ്പോൾ തലങ്ങും പശ തേച്ച് അങ്ങോട്ട് ഒട്ടിക്കുക. തിരിച്ചങ്ങോട്ട് വെക്കുക, ഒട്ടിക്കുക, പിന്നെയും തേക്കുക, ഒട്ടിക്കുക. ഒട്ടിച്ച് ലാസ്റ്റ് പ്രാന്താ വരുതിട്ടാ. അങ്ങനെ നമ്മുടെ പുൽക്കൂടിലെ ഒട്ടിക്കണ പരിപാടിയായിട്ട് കഴിഞ്ഞു. ഇനി ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ കേട്ടാ. തട്ടിട്ട് നിൽക്കണ മൊഞ്ചത്തിയുടെ പോലെ പുൽക്കൂട് ഇവിടെ പകുതി പണി കഴിഞ്ഞിട്ടാ. ഫാബ്രിക് പെയിൻറ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ നേരം വെളുത്താലും എൻ്റെ പുൽക്കൂട് പണി കഴിയില്ല എന്നും പറഞ്ഞിട്ട് കെട്ടിയോ വരുമ്പോൾ നല്ല 1-ാം തരം സ്പ്രേ പെയിൻ്റ് മേടിച്ചു വിടുന്നു കേട്ടാ. അപ്പം നമ്മൾ അതെടുത്ത് തലങ്ങും സ്പ്രേ ചെയ്യുക. പക്ഷെ എൻ്റെ പൊന്നോ എന്തോ ഒരു നാറ്റാണ് ഈ സാധനം. ഇത് വല്ല ഓപ്പൺ എയറിലൊക്കെ വെച്ചിട്ട് സ്പ്രേ ചെയ്യണം കേട്ടാ. വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാറിയിട്ട് നിൽക്കില്ല, വൃത്തികെട്ട മണാണ്. അങ്ങനെ ഒരുപാട് പ്രയത്നങ്ങൾക്ക് പുറകിൽ നമ്മുടെ ഈ പുൽക്കൂട് റെഡിയായിട്ടുണ്ട്. പുൽക്കൂട് മനോഹരാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തയും കടക്കം വള്ളിപ്പടപ്പാണ് ഉദ്ദേശിച്ചത് ഒക്കെ വെച്ച് അങ്ങോട്ട് മനോഹരാക്കുക. സംഭവം സെറ്റ്. ഇനി വേണ്ടത് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടണ ഈ പേപ്പറാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം നടും അങ്ങോട്ട് വെട്ടിയ പൊളിക്കുക കേട്ടോ. എന്നിട്ട് നീളനെ ഒരേ വലുപ്പത്തിലുള്ള സ്ട്രൈപ്സാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ ഇതൊക്കെ വെട്ടിക്കൂട്ടണമെന്നാവും നിങ്ങൾ ചോദിക്കേണ്ടതല്ലേ. നമുക്ക് വൈക്കോല് വേണ്ട ഇഷ്ടാ. വൈക്കോല് നമുക്ക് ഇവിടെ എവിടെയും കിട്ടാല്ല. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ വൈക്കോല് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പക്ഷെ ഒറിജിനൽ വെല്ലണ സാധനമാണ് കേട്ടോ. നമ്മളിനി ഇതുപോലെ ചെറുതായിട്ട് അങ്ങോട്ട് വെട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ അധികം വീതി കൂട്ടരുതേ. വീതി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ വൈക്കോലിൻ്റെ ലുക്ക് അങ്ങോട്ട് കിട്ടില്ല. വൈക്കോലിൻ്റെ വീതി അറിയാലോ, ആ വീതി വരാൻ പാടുള്ളൂ. പിന്നെ വെട്ടി അവസാനം ബിരിയാണിക്ക് സബോള അരിഞ്ഞ പോലെ ആവരുതിട്ടെ. ബാക്കിയുള്ള പേപ്പറും കൂടി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. സംഭവം കാണുമ്പോൾ അലങ്കോലൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും സംഭവം സെറ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്നിച്ചങ്ങോട്ട് എടുത്ത് കെട്ടാക്കി കൊടുക്കുക. എന്നിട്ട് തുമ്പും വാലൊക്കെ അങ്ങോട്ട് മുറിച്ചാൽ കളയുക. എന്നിട്ട് ഒരു സ്ട്രൈപ്പ് എടുത്തിട്ട് നടുക്ക് അങ്ങോട്ട് കെട്ടി വൈക്കോൽ കെട്ടിൻ്റെ ശ്വാസം മുട്ടിച്ച് കൊല്ലരുത് കേട്ടാ. ഒരയവിലൊക്കെ കെട്ടിക്കോളോ, അല്ലെങ്കിൽ സാധനം പൊട്ടിക്കൂട്ടാ. ഇനി വൈക്കോൽ കെട്ടിൻ്റെ തലയും വാലൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടാ. അപ്പം മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് മുറിച്ച പോലെ അങ്ങോട്ട് വെട്ടരുത് കേട്ടാ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയൊക്കെ നിന്നോട്ടെ കേട്ടാ. എന്നാലും അതിൻ്റെ ഒരു ചന്തം കിട്ടുള്ളൂ. ഇനി നമുക്ക് വൈക്കോൽ കുറച്ച് ദിവസമായിട്ട് പുൽക്കൂടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം കേട്ടാ. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെട്ടി കൊടുക്കേണ്ടിയൊക്കെ വരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നിരത്തി ഉള്ളിലൊക്കെ ഇങ്ങോട്ട് ഫില്ലാക്കുക കേട്ടാ. അപ്പോൾ അടിയിലത്തെ കാർഡ്ബോർഡ് കാണാത്ത പോലെ ഒരു ചന്തത്തിലൊക്കെ അങ്ങോട്ട് പരത്തിക്കോളാം. പരത്തി അവസാനം കോഴി നെല്ലിച്ചിക്ക് പോലെ ആവരുത് കേട്ടാ. ഇനി നമുക്ക് രാജാക്കന്മാർക്ക് വരാനുള്ള വഴി ഇങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാം. അതിനായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് അങ്ങോട്ട് എടുക്കുക, വഴി അങ്ങോട്ട് വരയ്ക്കുക. വഴി വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ നേരായ വഴിയൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് ഇത്തിരി വളഞ്ഞ വഴിയേ പറ്റുള്ളൂ. നല്ല വളച്ച് വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ പാമ്പ് വളയണ പോലത്തെ വളവൊക്കെ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നല്ല ചന്തത്തിലൊക്കെ ഇതുപോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഒപ്പം വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒപ്പം വെച്ച് നോക്കുക. അപ്പോൾ ആ ഷേപ്പൊക്കെ ഒരു ചന്തക്കുറവ് വരുന്നെങ്കിൽ ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ അതുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡാർക്ക് ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് റെഡ്, പിന്നെ കുറച്ച് യെല്ലോ അധികം ചേർക്കണ്ട കേട്ടോ, അപ്പോൾ ഡാർക്ക് കളർ കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ട് മിക്സ് ചെയ്യണേ. ഇനി ഇതിലേക്ക് കുറച്ച് നീലയും കൂടി ചേർക്കണം. അപ്പോൾ യെല്ലോ ഒക്കെ ഇത്തിരി പിശുക്കി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മുടെ നീലയാണ് ഉപയോഗിക്കാൻ പോണത്. നീല കളർ കഴിയാറായി കുറച്ച് ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ ഉള്ളത് വെച്ചങ്ങോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടി ബ്ലൂ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഡാർക്കായി കിട്ടും. മിക്സ് ചെയ്ത് ഡാർക്ക് കളറവിടെ കിട്ടുമ്പോൾ ഇത് നമ്മൾ ആ റോഡിനോട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ എഗ് ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ മുട്ട മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള പീസിൽ നിന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ പിച്ചി ഇടുക കേട്ടോ. പിന്നെ അത് കത്രികയൊന്നും വെച്ച് വെട്ടാൻ നിൽക്കരുത് കേട്ടോ. ഇങ്ങനെ പെർഫെക്ഷൻ ഇല്ലാണ്ട് ഇറഗുലറായിട്ട് കിടക്കണതാണ് അതിൻ്റെ ഒരു ചന്തം. ഈ പട്ടിയൊക്കെ ചെരുപ്പ് കടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ കിടക്കണം കണ്ടിട്ടില്ലേ, അതേപോലെ കിടക്കണം. ഈ പിച്ച് പൊളിച്ച കഷ്ണത്തിലൊക്കെ കുറച്ചേശായിട്ട് പശ തേച്ചിട്ട് ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ അടുപ്പിച്ച് ഒട്ടിച്ചാൽ ഭംഗിയായിട്ട് കിട്ടില്ല. അടിയിലത്തെ ബേസ് ബ്രൗൺ കളർ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയിട്ട്. നമ്മൾ ഈ കല്ല് പതിച്ച റോഡൊക്കെ ഇല്ലേ, ആ ലുക്ക് കിട്ടും കേട്ടോ അത് ഫൈനലായിട്ട് കാണുമ്പോൾ. ഇനി കുപ്പി പാട്ടക്കാർക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കുപ്പി എടുത്തിട്ട് ഇതേപോലെ മുറിച്ചിട്ട് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ അങ്ങോട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചന്തത്തിൽ ഇങ്ങനെ ചുളിവൊന്നും ഇല്ലാണ്ട് ഒട്ടിച്ച് കൊടുക്കണേ. ഇത് കിണറിൻ്റെ നമ്മുടെ തറയാണിത്. ആവശ്യത്തിനുള്ള അളവിൽ ഇതങ്ങോട്ട് മുറിച്ചെടുത്ത് മാറ്റിയിട്ട് നീക്കി വെക്കുകയാണേ. ഇനി നമുക്ക് വേണ്ടത് കിണറിൻ്റെ ബേസാണ്. അപ്പോൾ ബേസിന് നമ്മളിത് ഇതേപോലെ ബാക്കി ഉണ്ടായിരുന്ന പീസ് എടുത്തിട്ട് വട്ടം വരച്ച് കൊടുക്കുക. ആ വട്ടത്തിൽ നമ്മൾ അങ്ങോട്ട് വെട്ടി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ചുറ്റും നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് പശ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ആ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ പീസില്ലേ അത് ഇതിലങ്ങോട്ട് ഘടിപ്പിക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഇടാൻ കിട്ടുക. അപ്പോൾ അത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ ലെയറിലോ 2 ലെയറിലൊക്കെ ആയിട്ട് ഉള്ളിലുള്ള സംഭവം പുറത്തേക്ക് ചോരാത്ത രീതിയിൽ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അളന്ന് മുറിച്ച് മാറ്റി വെച്ചാൽ ആ തറ അതിലേക്കാണ്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ. സോറി, കാർഡ്ബോർഡാണ് ഉദ്ദേശിച്ചത്. ഇതും ഇവിടെ പഞ്ചായത്ത് കിണറിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ മതിൽ പോലത്തെ സണ്ണല്ല കേട്ടോ. നല്ല 1.5 മതിലാണേ. മതിൽ പണി ചെയ്യുമ്പോൾ ഒത്തിരി ക്ഷമയോട് കൂടി ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കണ്ടോണം കേട്ടോണം പശ തേച്ച് വലിച്ച് വരി ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തിയായിട്ട് കിട്ടില്ല. ആ പെർഫെക്ഷൻ അങ്ങോട്ട് വന്നാൽ ആ ചന്തം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മീതയ്ക്ക് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കണ ഈ തുമ്പും വാലൊക്കെ അങ്ങോട്ട് വെട്ടിയെടുക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 3 ചുള്ളിക്കമ്പാണ് കേട്ടോ. ഇനി അതൊന്നും ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് എടുക്കുക. പശ അങ്ങോട്ട് തേക്കുക, കുത്തനെ നിർത്തിയാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത ചുള്ളിക്കമ്പ് എടുക്കുക, അതുപോലെ തന്നെ പശ തേക്കുക, ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കുറുകെ നമുക്കൊരു കൊമ്പ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ചന്തം കിട്ടുള്ളൂ. ഇനി നമുക്കിതിൽ ബ്രൗൺ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് ഇത്തിരി കട്ടിക്കാൻ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇതിൽ ദാരിദ്ര്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ 2-3 ലെയർ അടിച്ച് കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കിണറും സെറ്റ്. ഇനി നമുക്ക് മരം ഉണ്ടാക്കാനായിട്ട് ഇത് തേക്കിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞിട്ട് ഈ ഒരു കൊമ്പ് പോലത്തെ സാധനമില്ലേ, ഇതാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മരം നിൽക്കണ ഒരു ഫീൽ കിട്ടും. പിന്നെ ഇത് സെല്ലോ ടേപ്പ് ഒന്നും വെച്ച് ഒട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ സെല്ലോ ടേപ്പ് പെയിൻറ്റ് പിടിക്കാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് ആകുമ്പോൾ പെയിൻറ്റ് അതിന് പിടിക്കാൻ വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ വുള്ളൻ ത്രെഡാണ് കേട്ടോ. വുള്ളൻ ത്രെഡ് നമുക്ക് ഇങ്ങനെ കുഞ്ഞു പീസുകളായിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക. തലങ്ങും വിലങ്ങും കണ്ണും മൂക്കില്ലാത്ത പോലെ വെട്ടിക്കുക, ഒരു കുഴപ്പമില്ല. ഇത് പിച്ചിയ പോലെ കിടക്കേണ്ട സാധനമാണ്. അപ്പോൾ നല്ലോണം വെട്ടി കൂട്ടിക്കുക. വെട്ട്. ആരോടെല്ലാം നമുക്ക് ദേഷ്യം ഇങ്ങനെ തീർക്കാൻ പറ്റിയ ഏരിയയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ദേഷ്യം ഇങ്ങനെ മനസ്സിലാവും. ചാങ്കട വെട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സാധനം കിട്ടും. കൊക്കിൻ്റെ വിശപ്പ് മാറി പശുവിൻ്റെ കടി മാറി എന്ന് പറഞ്ഞ പോലെ 2 കാര്യം നമുക്കിവിടെ നടന്നു കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 2 കളർ അതുപോലെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലൂ ആണ്. അത് ദാരിദ്ര്യമൊന്നും ഇല്ലാണ്ട് കുറച്ചധികം അങ്ങോട്ട് എടുക്കുക, എന്നാലേ നമുക്ക് തികയുള്ളൂ. അതിൽ കുറച്ചധികം വെള്ളം കൂടെ ഒഴിക്കുക. വെള്ളം ആക്രാന്തം മുത്തക്കാമത്തരുത് കേട്ടോ. അപ്പോൾ ആകെ കുളമായി കിട്ടും. അത് ലേശം നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. പക്ഷേ നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണ്ട, നല്ല വെള്ളം പോലെ ആവരുത്. ഇനി ഒരു പേപ്പർ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുമ്മ അങ്ങോട്ട് ലേശമായിട്ട് അങ്ങോട്ട് പിടിപ്പിക്കുക. പിന്നെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ചുറ്റുമൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സൂക്ഷിക്കണേ. ഈ പരിപാടി ചെയ്തിട്ട് ചേമുരൊക്കെ കൊളായിട്ടാന്ന് എന്നോട് പറയരുതേ. എന്തായാലും ഞാൻ മുൻകൂറായിട്ട് ജാമ്യം എടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും ചെടിക്കും അപ്പുറത്തേക്ക് തെറിക്കും. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. നമുക്കിനിയിപ്പോൾ ആവാത്ത ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നല്ലോണം അതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി തണ്ടുമുളിക്കൊക്കെ ഇല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി പശയാവാത്ത സ്ഥലത്തൊന്നും ഇല പറ്റി പിടിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ആ പീസുള്ളി അത് ഇതിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു ഇലയുടെ എഫക്റ്റ് കിട്ടും. ആദ്യം ഒരു കളർ വെതറ്, എന്നിട്ട് രണ്ടാമത്തെ കളർ വെതറ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടും. രണ്ടും കൂടി കൂട്ടി ഇളക്കി വെതറി കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടിയ പോലെ കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയാലും ചില സ്ഥലത്ത് മാത്രം അത് പറ്റി പിടിച്ചു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് അങ്ങനെ പൊത്തി കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് നമ്മളിത് തണ്ടിനൊക്കെ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആ മരത്തിൻ്റെ ശരിക്കുള്ള ലുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള തണ്ടുകളിലും എല്ലായിടത്തും നമ്മൾ ബ്രൗൺ കളറ് പിശുക്കില്ലാതെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചന്തത്തിൽ അങ്ങോട്ട് വരും കേട്ടോ. പിന്നെ ഒരു 3, 4, 5 കോട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ അടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കോട്ട് കൊണ്ട് തന്നെ സാധനം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഓവർ പെർഫെക്ഷൻ ഒന്നും നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഒരു നാച്ചുറാലിറ്റി കിട്ടില്ല. അപ്പോൾ ഒരുവിധം മയത്തിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന നല്ല ഒന്നാന്തരം തേക്ക് മരം. അപ്പോൾ നമ്മുടെ പുൽക്കൂടിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ പുല്ലിൻ്റെ മാറ്റ് കിട്ടും, അതങ്ങോട്ട് വിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ നിരത്തി പരത്തി വെക്കുക. ആദ്യം നമ്മുടെ ഗുഹ വെച്ചു, പിന്നെ ദേ വഴി വയ്ക്കുന്നു. പിന്നെ ദേ ഈ വഴിക്കൊരു ചന്തം കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ പോലെ ഇങ്ങനെ ചെറിയ നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കറുത്ത കല്ലില്ലേ, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നല്ല ഭംഗി കിട്ടും. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്നാണല്ലോ പറയാറ്. അപ്പോൾ കുറച്ച് കല്ലൊക്കെ നിരത്തി കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നേ. കല്ല് പണി കഴിയുമ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറ്റ അങ്ങോട്ട് വെച്ചുട്ടാ. ഇനി നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മുടെ കാടും പൊന്തൊക്കെ വള്ളിപ്പടർപ്പ് ആണ് ഉദ്ദേശിച്ചത്, അതായിരുന്നു ഊരി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നുകൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളാറും കല്ല് നമ്മുടെ അക്വേറിയത്തിലിടുന്ന കല്ല് തന്നെ, അതൊരു ചന്തത്തിന് അങ്ങോട്ട് സൈഡിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റാക്കി വെച്ചുള്ള കിണർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് നീല പൊടി കല്ല്, അതും അക്വേറിയത്തിൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. ഈ പൊടി പോലത്തെ ബ്ലൂ കളർ കല്ലുപൊടിയാണത്, അതിട്ട് കൊടുക്കുക. പിന്നെ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തേക്ക് മരം നമ്മളിത് കുറച്ച് ആ കറുത്ത കല്ലുകൾ ബേസ് ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം. മൊത്തത്തിലൊരു അക്വേറിയം മയാണ്. എല്ലാം കൂടി സെറ്റ് ചെയ്ത് വന്നപ്പോൾ ആ വെള്ളം ഇറങ്ങാൽ കുറച്ച് പിന്നിക്ക് ഇറക്കി വെക്കേണ്ടി കേട്ടോ, അല്ലെങ്കിൽ ആകെ കൂടി ഇങ്ങനെ ഒരു രസം ഉണ്ടാവില്ലേ കാണാൻ. ഇനി നമുക്കൊരു കൂർന്നരിയെ വെച്ച് കൊടുക്കട്ടെ. ഈ കുട്ടികളുടെ കളിപ്പാടത്തിലൊക്കെ കിട്ടിയതാണ്. പിന്നെ ഇതേ നമ്മൾ ഔസേപ്താവിനെയും മാതാവിനെയും ഉണ്ണീശാനെയും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതേ രാജാക്കന്മാർ ഇതേ വഴിക്ക് വരുന്നുണ്ട്. പിന്നെ ഗുഹയുടെ അടുത്തായിട്ട് ആട്ടിടയന്മാരെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആട്ടിടയന്മാരാണല്ലോ ആദ്യം എത്തിയത്. അപ്പോൾ അവർ തന്നെ നമ്മളിത് ഗുഹയുടെ ഉള്ളിലും പുറത്തും സൈഡൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെക്കേണ്ടത് നമ്മുടെ വേറെ 2 രാജാക്കന്മാരും കൂടി ഉണ്ട്. അവർ വഴിതെറ്റി വന്ന പോലെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ മുഴുവൻ ആ വഴിയിൽ അങ്ങോട്ട് നിരത്തി വെച്ചാലേ ഈ സ്കൂളിൽ നാഷണൽ ആന്തം പാടാൻ വേണ്ടിയിട്ട് അറ്റൻഷനിൽ നിൽക്കണ പോലെയാവും. അപ്പോൾ രസം ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ് ഈ സൈഡിലേക്ക് അപ്പുറത്തൊക്കെ ആയിട്ട് വെച്ചത് കേട്ടോ. അയ്യോ അതേ കിടക്കണം, രാജാവ് ബോധം കെട്ട് വീണു. അപ്പോൾ അതിന് നന്നായിരുന്നു വെക്കേണ്ടിട്ടാ. അയ്യോ നമ്മുടെ ആടത്തെ കള്ളു പിടിച്ച പോലെ സൈഡിലേക്ക് വീണു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഇപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇത് താഴത്തെ പുല്ലിൻ്റെ ബേസ് ആക്കാനോട് ശരിക്കും ഇരിക്കുന്നില്ല, അതേ വീണു. അയ്യടാ അന്ന് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏതാണ്ട് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ കൊച്ചു പുൽക്കൂട് പണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് മേരി ക്രിസ്മസ് ടു ഓൾ.